ത്രീ ഫേസ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ ത്രീ ഫേസ് ട്രാൻസ്ഫോമറുകളുടെ പാരലൽ കണക്ഷൻ, അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ കണക്ഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ത്രീ ഫേസ് കണക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകളെ ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഫേസ് ഓപ്പറേഷൻ ലഭിക്കുന്നതാണ്. 4 possible ways the primary and secondary windings of a group of 3 transformers. ഒരു ഗ്രൂപ്പ് ഓഫ് 3 ട്രാൻസ്ഫോമറുകളുടെ പ്രൈമറിയെയും സെക്കൻഡറിയെയും 4 തരത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഫേസ് സർക്യൂട്ട് ലഭിക്കുന്നതാണ്. ത്രീ ഫേസ് സർക്യൂട്ട്, ഒരു ത്രീ ഫേസ് സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു ത്രീ ഫേസ് സർക്യൂട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിന് പകരം 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകളെ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ 4 പോസിബിൾ കണക്ഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ പ്രൈമറിനെ മൊത്തം സ്റ്റാറായിട്ടും സെക്കൻഡറിനെയും സ്റ്റാറായിട്ട് കണക്ട് ചെയ്യുക. രണ്ടിൻ്റെയും പ്രൈമറിനെ സ്റ്റാറായിട്ട് രണ്ടിൻ്റെയും സെക്കൻഡറിനെയും സ്റ്റാറായിട്ട് കണക്ട് ചെയ്യുക. ദെൻ പ്രൈമറികളെ മൊത്തം വൈ ആയിട്ടും 3 സെക്കൻഡറിനെ ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യുക. ദെൻ പ്രൈമറിനെ ഡെൽറ്റ ആയിട്ടും സെക്കൻഡറിനെ ഡെൽറ്റ ആയിട്ടും ഡെൽറ്റ കണക്ഷൻ. ദെൻ പ്രൈമറിനെ ഡെൽറ്റ ആയിട്ടും സെക്കൻഡറിനെ വൈ ആയിട്ടും. അങ്ങനെ 4 പോസിബിൾ വേസ് ആണ് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിലത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാർ ഓർ വൈ കണക്ഷനാണ്. 2 ട്രാൻസ്ഫോമറുകളുടെയും പ്രൈമറിനെയും സെക്കൻഡറിനെയും നമ്മൾ സ്റ്റാറായിട്ട് കണക്ട് ചെയ്തു. ഇതാണ് ഏറ്റവും മോസ്റ്റ് എക്കണോമിക്കലായിട്ട് സ്മോൾ ട്രാൻസ്ഫോമറിൽ, അതായത് ചെറിയ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറുകളിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സ്റ്റാർ കണക്ഷൻ ഓർ വൈ കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 2 ട്രാൻസ്ഫോമറിൻ്റെയും പ്രൈമറിനെയും സെക്കൻഡറിൻ്റെയും ഓരോ ടെർമിനൽ എടുത്തിട്ട് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്ത് സ്റ്റാർ ആക്കി കൊടുത്തതായിട്ട് കാണാം. ദ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ റിക്വയർഡ് ഈസ് മിനിമം. ഈ കേസിൽ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് കുറവാണ്, അതുപോലെ പെർ ഫേസിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ, ഇവിടെ യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇൻസുലേഷനും കുറവാണ്. വർക്ക് സാറ്റിസ്ഫാക്ടറിലി ഓൺലി ഇഫ് ദ ലോഡ് ഈസ് ബാലൻസ്ഡ്. ലോഡ് ബാലൻസ്ഡ് ആവുന്ന കണ്ടീഷനിൽ മാത്രമേ ഇത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഫോർ എ ഗിവൺ വോൾട്ടേജ് വി ബിറ്റ്വീൻ ദ ലൈൻസ്, അപ്പോൾ 2 ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈനിൻ്റെയും ഒരു ഫേസിൻ്റെ ഒരു ന്യൂട്രലിൻ്റെയും ഇടയ്ക്കുള്ള ഫേസ് വോൾട്ടേജ് എന്തായിരിക്കും, സ്റ്റാർ ആയതുകൊണ്ട് തന്നെ വി ഫേസ് ഈക്വൽ ടു v/√3 ആയിരിക്കും. അതായത് ലൈൻ വോൾട്ടേജിൻ്റെ 1/√3 ടൈംസ് ആയിരിക്കും. ദ കോയിൽ കറണ്ട് ഈസ് ഈക്വൽ ടു ദ ലൈൻ കറണ്ട് ഐ. ഇവിടെ കോയിൽ കറണ്ട് എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ഐ തന്നെയാണ്. അപ്പോൾ താഴെ അതിൻ്റെ വെക്ടർ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. രണ്ടും സ്റ്റാർ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 0 ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സ്റ്റാർ ഡെൽറ്റ ഓർ വൈ ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, അതിൻ്റെ പ്രൈമറിനെ സ്റ്റാർ ആയിട്ടും സെക്കൻഡറിനെ ഡെൽറ്റ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പ്രൈമറീൻ്റെ ഓരോ ആദ്യത്തെ ടെർമിനൽ ഒരേ പൊളാരിറ്റി വരുന്ന ആദ്യത്തെ ടെർമിനലിനെ നമ്മൾ സപ്ലൈയിലേക്കും മറ്റേ ടെർമിനലിനെ എല്ലാം മൊത്തമായിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്ത് ന്യൂട്രൽ, അതായത് സ്റ്റാർ ആക്കി ന്യൂട്രൽ പോയിൻ്റ് ആക്കി കണക്ട് ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്തെ സെക്കൻഡറി പറയുകയാണെങ്കിൽ എല്ലാ ടെർമിനലും കൂടി എടുത്ത് ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്തതായിട്ടും കാണാം. In primary side, 3 transformers are connected in star and the secondary consists of their secondary connected in delta. Then the ratio between the secondary and the primary line voltage, ഇവിടെ സെക്കൻഡറി വോൾട്ടേജിൻ്റെയും പ്രൈമറി ലൈൻ വോൾട്ടേജിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/√3 ടൈംസ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് ഈച്ച് ട്രാൻസ്ഫോമർ. ഓരോ ട്രാൻസ്ഫോമറിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോൻ്റെ 1/√3 ടൈംസ് ആയിരിക്കും അതിൻ്റെ സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും ലൈൻ വോൾട്ടേജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ സെക്കൻഡറി ആൻഡ് പ്രൈമറി ലൈൻ വോൾട്ടേജ്, പ്രൈമറിൻ്റെയും സെക്കൻഡറിൻ്റെയും ലൈൻ വോൾട്ടേജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/√3 ടൈംസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് ഈച്ച് ട്രാൻസ്ഫോമർ. 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് ഈ കേസിൽ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ക്ലോക്കിൻ്റെ അവർ ആൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക, 1 o'clock കിടക്കുന്നുണ്ടാവുക. ദെൻ യൂസ്ഡ് അറ്റ് ദ സബ്സ്റ്റേഷൻ എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സബ്സ്റ്റേഷൻ എൻഡിലായിട്ടാണ് സാധാരണ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ട്രാൻസ്മിഷൻ ലൈനിലെ സബ്സ്റ്റേഷൻ എൻഡിൽ സ്റ്റാർ കണക്ഷൻ ഏതായിരുന്നു, ചെറിയ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറുകളിലെല്ലാം നമ്മൾ സ്റ്റാർ കണക്ഷനാണ് മോസ്റ്റ് എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാറുള്ളത്, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ദ നെക്സ്റ്റ് കണക്ഷൻ വരുന്നത് ഡെൽറ്റ കണക്ഷനാണ്.
ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ പ്രൈമറിയും ഡെൽറ്റയിലായിരിക്കും, സെക്കൻഡറിയും ഡെൽറ്റയിലായിരിക്കും. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, പ്രൈമറിനെയും സെക്കൻഡറിനെയും ഡെൽറ്റ ആക്കി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല, രണ്ടും ഒരേ മിറർ ഇമേജ് പോലെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടിനും എന്തില്ല? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഇഫ് വൺ ട്രാൻസ്ഫോമർ ബിക്കംസ് ഡിസേബിൾഡ് ദ സിസ്റ്റം ക്യാൻ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ദ ഓപ്പൺ ഡെൽറ്റ ഓർ ഇൻ ദ VV. അപ്പോൾ ഡെൽറ്റ കണക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇതിലിപ്പം ഏതെങ്കിലും രണ്ട് ട്രാൻസ്ഫോമറുകളെയാണ് നമ്മൾ പാരലായിട്ട് രണ്ട് ട്രാൻസ്ഫോമറുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ട്രാൻസ്ഫോമർ ഡിസേബിൾഡായി, ഒരു ട്രാൻസ്ഫോമർ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യില്ല? സ്റ്റോപ്പ് ആവില്ല. നമുക്ക് അതിന് സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുക? ഓപ്പൺ ഡെൽറ്റ ആയിട്ട് വർക്ക് ചെയ്യാം. ഡെൽറ്റ ട്രാൻസ്ഫോമറുകളെ ഓപ്പൺ ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പൺ ഡെൽറ്റ അല്ലെങ്കിൽ VV കണക്ഷൻ എന്ന് പറയും. In VV, it can be operated with a reduced capacity of 58% and not 66.6% of the normal value. സാധാരണ ഗതിയിൽ നോർമൽ വാല്യൂ 66.6%ലാണ് വർക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ റിഡ്യൂസ്ഡ് കപ്പാസിറ്റി 58%-നകത്ത് വർക്ക് ചെയ്യും. അതായത് ഡെൽറ്റ കണക്ഷനിൽ വർക്ക് ചെയ്യും. ഡെൽറ്റ കണക്ഷൻ നമുക്ക് മാറ്റിയിട്ട് ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ VV കണക്ഷനിൽ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ റിഡ്യൂസ്ഡ് കപ്പാസിറ്റി ഓഫ് 58%-ലാണ് ഇത് വർക്ക് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഡെൽറ്റ സ്റ്റാർ ഓർ ഡെൽറ്റ വൈ കണക്ഷനാണ്. ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോൾ പ്രൈമറി ഡെൽറ്റയിലും സെക്കൻഡറി സ്റ്റാറിലും ആയിരിക്കും. ഇറ്റ് ഈസ് നെസസറി ടു സ്റ്റെപ്പ് അപ്പ് ദ വോൾട്ടേജ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഹൈ ടെൻഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പോൾ ഹൈ ടെൻഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യണതാണ് ഏത്? ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ. അതായത് സ്റ്റെപ്പ് അപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ. അപ്പോൾ നമ്മൾ ഏതായിരുന്നു? ഡെൽറ്റ സ്റ്റാർ സ്റ്റെപ്പ് അപ്പിന് വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ്റെ ബിഗിനിങ് എൻഡിലും യൂസ് ചെയ്യും. സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എൻഡിൽ, സബ്സ്റ്റേഷൻ എൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദ റേഷ്യോ ഓഫ് ദ സെക്കൻഡറി ടു, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലൈൻ വോൾട്ടേജസ് ആൻഡ് ലൈൻ കറൻറ്റ്സ് ആർ ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഈച്ച് അതർ ബൈ 30 ഡിഗ്രി. ഈ കേസിൽ എങ്ങനെയാണ്? പ്രൈമറിയും സെക്കൻഡറിയും ലൈൻ വോൾട്ടേജ് 30 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. റേഷ്യോ ഓഫ് സെക്കൻഡറി ടു പ്രൈമറി വോൾട്ടേജ് വോൾട്ടേജ് ഇവിടെ എത്രയാണ്? 1/√3 ടൈംസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. സ്റ്റാർ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ √3 ടൈംസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. സ്റ്റാർ ഡെൽറ്റയിലാണെങ്കിൽ 1/√3 ടൈംസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. ഇത് നെക്സ്റ്റ് വൺ പറയുന്നത് രണ്ട് 3 ഫേസ് ട്രാൻസ്ഫോമറുകൾ നമ്മൾ പാരലലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. Operating 2 or more transformers by connecting their primaries in parallel to a common supply line and connecting their respective secondaries in parallel with a common load bus. രണ്ട് ട്രാൻസ്ഫോമറുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറലായിട്ട് രണ്ട് ട്രാൻസ്ഫോമറുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറീന് നമ്മൾ സപ്ലൈ ലൈനിൽ കോമൺ സപ്ലൈ ലൈനിന് പാരലായിട്ടും അതിൻ്റെ സെക്കൻഡറീസിന് ഒരു കോമൺ ലോഡ് ബസ് ബാറിന് പാരലായിട്ടും കണക്ട് ചെയ്യും. പാരലൽ ഓപ്പറേഷൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം, പെർ യൂണിറ്റ് ഇമ്പിഡൻസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് സെയിം ആയിരിക്കണം. റേഷ്യോ ബിറ്റ്വീൻ ദ ഈക്വാലൻറ്റ് റിയാക്റ്റൻസ്, ലീക്കേജ് റിയാക്റ്റൻസ് എക്സ് ഡിവൈഡ് ടു ദ ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ് ആർ എന്നാണ്. അതായത് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് x/r എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. x/r റേഷ്യോ സെയിം ആയിരിക്കണം. പൊളാരിറ്റീസും സെയിം ആയിരിക്കണം. ഈ 3 ഫേസ് ട്രാൻസ്ഫോമറിലാണെങ്കിൽ ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. വെക്റ്റർ ഗ്രൂപ്പ് മസ്റ്റ് ബി സെയിം. The relative phase displacement between the secondary line voltages must be 0 ആയിരിക്കണം. റിലേറ്റീവ് ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കണം. ഇപ്പോൾ രണ്ട് ട്രാൻസ്ഫോമറുകളെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രൈമറിനെ ഇൻകമിങ് സപ്ലൈക്ക് പാരലായിട്ടും രണ്ട് സെക്കൻഡറിനെ പിടിച്ച് കോമൺ ലോഡ് ബസ് ബാറിന് പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലൽ ഓപ്പറേഷൻ ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമർ. ഇനി 3 ഫേസ് ട്രാൻസ്ഫോമറുകളെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം ടു ഓപ്പറേറ്റ് ദി ട്രൂ ട്രാൻസ്ഫോമേഴ്സ് ഓഫ് ഹാവിംഗ് Y delta connection and their primary and secondary line voltages delta star must be same. അപ്പോൾ അത് നമ്മൾ Y ഡെൽറ്റയും ഡെൽറ്റ സ്റ്റാറുമാണ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രൈമറി ആൻഡ് സെക്കൻഡറി ലൈൻ വോൾട്ടേജ് മസ്റ്റ് ബി സെയിം. രണ്ടിൻ്റെയും പ്രൈമറിയും അതുപോലെ സെക്കൻഡറി ലൈൻ വോൾട്ടേജും സെയിം ആയിരിക്കണം. ദ ടേൺസ് റേഷ്യോ മേ നോട്ട് ബി ഈക്വൽ. അവിടെ ടേൺസ് റേഷ്യോ ഈക്വൽ ആവണം എന്നില്ല. ബട്ട് ദ വോൾട്ടേജ് റേഷ്യോ ബിറ്റ്വീൻ ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി മസ്റ്റ് ബി സെയിം. ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ പ്രൈമറിൻ്റെയും അതുപോലെ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ സെക്കൻഡറിൻ്റെയും വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം. ടേൺസ് റേഷ്യോ സെയിം ആവണം എന്നില്ല, പക്ഷേ വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം. ഇഫ് 2 ട്രാൻസ്ഫോമേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് റേറ്റിംഗ്സ്, രണ്ട് ട്രാൻസ്ഫോമർ ഡിഫറെൻറ്റ് റേറ്റിംഗിലുള്ള ട്രാൻസ്ഫോമറാണ് ഇനി ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടിനെയും പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ?
ട്രാൻസ്ഫോമറുകൾ അതിൻ്റെ കോമൺ ലോഡ് അതിൻ്റെ പ്രപ്പോർഷണൽ KVA റേറ്റിംഗിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ലോഡ് ഷെയർ ചെയ്യുള്ളൂ. ഇഫ് ടു ട്രാൻസ്ഫോമേഴ്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് റേറ്റിംഗ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് their percentage impedances must be same, whereas the numerical impedance of a transformer 1 will have half the impedance of the transformer 2. ട്രാൻസ്ഫോമർ 1ൻ്റെ ന്യൂമറിക്കൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ 2ൻ്റെ ന്യൂമറിക്കൽ ഇമ്പിഡൻസിൻ്റെ പകുതിയായിട്ടായിരിക്കും വരിക. പാരലൽ ഓപ്പറേഷൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. 3 ഫേസ് ട്രാൻസ്ഫോമറുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസ്ഫോമർ ഡെൽറ്റ സ്റ്റാറിലാണെങ്കിൽ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ ഡെൽറ്റ സ്റ്റാറിൽ തന്നെയാണ്. രണ്ടും ഒരേപോലത്തെ ട്രാൻസ്ഫോമറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് വണ്ണിന് 100 kVA ആണ് റേറ്റിംഗ്, രണ്ടാമത്തതിന് എത്രയാണ് 50 kVA ആണ് റേറ്റിംഗ്. അപ്പം അതിൻ്റെ റേറ്റിംഗ് അതിൻ്റെ ലോഡ് ഷെയറിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ലോഡ് ഷെയറിംഗ് ആണ് നടക്കുക. രണ്ടിൻ്റെയും പ്രൈമറി വോൾട്ടേജ് 415 വോൾട്ട് സെയിം ആണ്, രണ്ടിൻ്റെയും സെക്കൻഡറി വോൾട്ടേജ് 240 വോൾട്ടും സെയിം ആണ്. ഇനി ബെറ്റർ പെർഫോമൻസ് ഓഫ് ദ പാരലൽ ഓപ്പറേഷനിൽ ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ദ റെഗുലേഷൻ ഓഫ് ബോത്ത് ദ ട്രാൻസ്ഫോമേഴ്സ് മസ്റ്റ് ബി സെയിം. രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും റെഗുലേഷൻ സെയിം ആയിരിക്കണം. വോൾട്ടേജ് റെഗുലേഷൻ രണ്ടെണ്ണത്തിൻ്റെയും സെയിം ആയിരിക്കണം. അതായത് വി ലോഡ് മൈനസ് വി നോ ലോഡ് മൈനസ് വി ലോഡ് ഡിവൈഡഡ് ബൈ വി ലോഡ് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും സെയിം ആയിരിക്കണം. ഇനി പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ഓഫ് ബോത്ത് ദ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിഫറെൻറ്റ്, ദെൻ വൺ ട്രാൻസ്ഫോമർ വിൽ ബി ഓപ്പറേറ്റിംഗ് അറ്റ് എ ഹയർ പവർ ഫാക്ടർ ആൻഡ് അതർ വിൽ ബി ഓപ്പറേറ്റിംഗ് അറ്റ് എ ലോവർ പവർ ഫാക്ടർ. നമ്മൾ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് രണ്ടെണ്ണത്തിൻ്റെയും സെയിം ആവണം എന്ന് പറഞ്ഞു. ഇനി ഇൻ കേസ് അത് സെയിം അല്ല, ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഹയർ പവർ ഫാക്ടറിലുള്ളത് ഒരു ട്രാൻസ്ഫോമർ ഹയർ പവർ ഫാക്ടറിലും മറ്റേ ട്രാൻസ്ഫോമർ ലോവർ പവർ ഫാക്ടറിലും ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ്.